സുർജിത്ത് എന്തോ ഇപ്പൊ സുർജിത്തിന്റെ ഇത് എത്രാമത്തെ പൂരം റിപ്പോർട്ടിംഗ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 10 മുകളിൽ പൂരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ സുർജിത്ത്? അപ്പോൾ എല്ലാം കാണാപ്പാടമാണ്, എല്ലാം മനപ്പാടമായിരിക്കും. എല്ലാം മനപ്പാടമാണെങ്കിലും ഓരോ തവണയും റിപ്പോർട്ടിംഗ് എക്സൈറ്റ്മെന്റ് അതിൻ്റെതായി ഉണ്ട് അല്ലേ സുർജിത്ത്? അപ്പൊ ഇനിയിപ്പോ പൂർണ്ണാർത്ഥത്തിൽ പൂരാവേശത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. തീർച്ചയായും ഹാഷ്മി, ഇത് 11ാം പൂരമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സാറ്റലൈറ്റ് മാധ്യമ പോർട്ടൽ തുടങ്ങിയ ശേഷം 11ാമത്തെ പൂരമാണ്. വളരെ സന്തോഷമുണ്ട്. രാവിലെ തന്നെ ഇങ്ങനെ ആ കുളശ്ശേരി ക്ഷേത്രത്തിലേക്കുള്ള നടവഴിയിലാണുള്ളത്. ഇപ്പോൾ കൂർക്കഞ്ചേരിയിലാണ് കണിമംഗലം ശാസ്താവിന്റെ ആ എഴുന്നള്ളത്ത് എത്തിയിട്ടുള്ളത്. കുളശ്ശേരി ക്ഷേത്രത്തിൽ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ഒരു ദേശം ഒന്നടങ്കം ഇവിടെ ഈ ശാസ്താവിനെ യാത്രയാക്കുന്ന ആ ഒരു കാഴ്ച അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദേവഗുരുവാണ്, ബൃഹസ്പതിയാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ഈ പൂരം അത് ഈ വടക്കുനാഥനെ വണങ്ങാത്ത ഏക ക്ഷേത്രം, അതായത് ബൃഹസ്പതിയാണ് ദേവഗുരുവാണ് എന്നുള്ളത് തന്നെ വലം വെച്ച് തിരിച്ച് പോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. എന്തായാലും ആ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ദേശം വിട്ട് കുട്ടിശങ്കരൻ്റെ പുറത്തേറിക്കൊണ്ട് ഈ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്താണ് നമുക്കിപ്പോൾ ഈ കാണാൻ കഴിയുന്നത്. മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ, നേരത്തെ നമുക്ക് സംസാരിച്ചതാണ്, അദ്ദേഹം ദേവസ്വം പ്രസിഡന്റ് രവീന്ദ്രൻ അടക്കമുള്ളവരൊക്കെ തന്നെ ഈ യാത്രയെ അനുധാവനം ചെയ്തുകൊണ്ട് കടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ ഇപ്പോൾ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്തം, ആ ദേശത്തു നിന്നുള്ള യാത്രയപ്പ് വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്തം തന്നെയാണ്. നമുക്ക് അത്രയും അസാധാരണമായ തരത്തിൽ തന്നെ വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്തം കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ പോലും അത് പ്രകടമായിരുന്നു. ഇന്നലെ തന്നെ പൂരത്തിൻ്റെ ആ ഒരു മിനിയേച്ചർ, അത് തലേ ദിവസം പൂരവിളംബരവുമായി നെയ്തലക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്ത് തെക്കേ ഗോപുരനട തള്ളി തുറക്കുന്ന ആ ഒരു ചടങ്ങിന് പോലും സാക്ഷിയാകേണ്ടി വന്നത്. അത് അത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് എങ്ങനെയാകും പൂരം എന്നുള്ളത് അതിൻ്റെ ഒരു സാമ്പിൾ നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ് ഹാഷ്മി. എന്തായാലും ആ ഒരു കുളശ്ശേരി ക്ഷേത്രത്തിലേക്കുള്ള പ്രയാണമാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഓരോരോ പൂരങ്ങളായി ഇവിടേക്ക് എത്തിച്ചേരുന്ന ആ ഒരു കാഴ്ചയ്ക്ക് ഈ ശക്തന്റെ തട്ടകം സാക്ഷ്യം വഹിക്കും. ഇതിനെല്ലാം തന്നെ 1796 പൂരം തുടങ്ങി വെച്ച ആറാട്ടുപുഴയിലേക്കുള്ള ആ ഒരു പ്രയാണം, ആ പൂരത്തിന്റെ യാത്ര അന്ന് അധികാരികൾ വിലക്കിയ ഘട്ടത്തിൽ ശക്തൻ തമ്പുരാൻ തുടങ്ങി വെച്ചതാണ് വിവിധ ദേശങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു പൂരം. അതിൽ 8 ദേവിമാരും 2 ശാസ്താക്കളും പനമുക്കുംപള്ളി ശാസ്താവാണുള്ളത്. അങ്ങനെയാണ് ഈ പൂരത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അത് തന്നെയാണ് 8 ഭഗവതിമാർ, 2 ശാസ്താക്കൾ. അതായത് 2 ശാസ്താക്കളിൽ ഒന്ന് ദേവഗുരുവായ ബൃഹസ്പതി സങ്കല്പത്തിലുള്ള ഈ കണിമംഗലം ശാസ്താവും പനമുക്കുംപള്ളി ശാസ്താവും. ബാക്കിയെല്ലാം തന്നെ ദേവിമാരാണ് ഈ എഴുന്നള്ളത്ത് നടത്തുന്നത്. എന്തായാലും അത് വടക്കുനാഥന്റെ തിരുമുറ്റം സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങനെ ഒരു പൂരം രൂപീകരിച്ചതിൽ അതിൽ ശക്തൻ തമ്പുരാന്റെ പങ്ക്, അദ്ദേഹമാണ് അതിന് നേതൃത്വം വഹിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് മുതൽ തുടങ്ങിയ ഈ ചിട്ടവട്ടങ്ങൾ അണുകിട വ്യത്യാസമില്ലാതെ തന്നെ തുടർന്നു പോകുന്നു. കാലോചിതമായ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അത് അതുപോലെ തന്നെ തുടരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, തീവെട്ടികളുടെ ശോഭയിൽ ഇതാ ഇവിടേക്ക് വില്ലടക്കം ഏന്തിക്കൊണ്ട് ഇവിടേക്ക് കടന്നു വരുന്നു. നാദസ്വരമാണ് അകമ്പടി. കുളശ്ശേരി ക്ഷേത്രത്തിലെത്തിയാൽ ഈ ഒരാന എന്നുള്ളത് ഈ വലിയാലക്കൽ കുട്ടിശങ്കരനൊപ്പം മറ്റ് 8 ആനകൾ കൂടി ഒപ്പം ചേരും. അങ്ങനെ 9 ആനകളുടെ അകമ്പടിയോട് കൂടിയാകും സ്വരാജ് റൗണ്ടിൽ നിന്ന് ഇത് തെക്കേ ഗോപുരം വഴി കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത്. അതായത് ഈ തെക്കേ ഗോപുരം കടന്നാണ് ഈ ക്ഷേത്രത്തിനകത്തേക്ക്, വടക്കുനാഥ ക്ഷേത്രത്തിനകത്തേക്ക് കയറുക. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നാദസ്വരമാണ്. നാദസ്വരത്തിന് ശേഷം അത് മേളത്തിലേക്ക് വഴിമാറും കുളശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഓരോരോ ദേശത്തിനും ഓരോരോ ചിട്ടവട്ടങ്ങളുണ്ട്, ഓരോരോ നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട പൂരത്തിന്റെ പ്രധാനപ്പെട്ട സംഘാടനമെല്ലാം തന്നെ നടക്കുന്നത്. ഇതിനുശേഷം കാരമുക്ക് ഭഗവതിയുണ്ട്, ഒപ്പം തന്നെ അയ്യന്തോൾ ഭഗവതിയുണ്ട്, ലാലൂർ ഭഗവതിയുണ്ട്. അങ്ങനെ ഓരോരോ ദേശങ്ങളിൽ നിന്ന് തട്ടകം വിട്ട് 6:00 എല്ലാവരും എഴുന്നള്ളിപ്പ് നടത്തി പുറത്തേക്ക് എഴുന്നള്ളുന്ന ആ ഒരു രീതി നമുക്ക് കാണാൻ കഴിയും. അത് ശ്രീമൂലസ്ഥാനം വഴിയും ഒപ്പം തന്നെ കിഴക്കേ ഗോപുരം വഴിയും ഒപ്പം ഈ തെക്കേ നട വഴിയും എല്ലാം തന്നെ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നതാണ് രീതി. എന്തായാലും അതിന് കൃത്യമായൊരു ഘടനയുണ്ട്. ആ ഘടനയ്ക്കനുസരിച്ച് തന്നെയാണ് ഓരോ ക്ഷേത്രങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അടക്കമുള്ളവർ ഇവിടെ നമുക്കൊപ്പം ഇവിടെയുണ്ട്. അവരെല്ലാവരും തന്നെ നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നുണ്ട്. എന്തായാലും ഒരു ദേശം ഒന്നടങ്കം ഒന്നിച്ച് യാത്ര തുടരുകയാണ്. ആ യാത്രയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം അതിനകത്ത് പൗരപ്രമുഖർ ഉൾപ്പെടെയുള്ളവർ അതിന്റെ ഭാഗമാകുന്നു. മന്ത്രിയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള എല്ലാ പൗരപ്രമുഖരും അധികാരികളും ഉൾപ്പെടെയുള്ളവർ ഇതിന് സാക്ഷിയാകാനെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രമാത്രം വലിയ ജനകീയ ഉത്സവം എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകത. അത്
വിവിധ ദേശങ്ങളിൽ നിന്നെമ്പാടും ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. പിന്നെ ഇനി വരാൻ പോകുന്ന ഒരു ഫോക്കസ് എന്ന് പറയുന്നത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ കൂടിയാണ്. അതായത് അത് ചെമ്പൂക്കാവ് ദേശത്തിന്റെ ഭാഗമായാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ എഴുന്നള്ളിക്കുന്ന അല്പസമയത്തിനകം തന്നെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അവിടേക്ക് എത്തിച്ചേരും. അതായത് ചെമ്പൂക്കാവിലേക്ക് എത്തിച്ചേരും. അതോടുകൂടി ആളുകളുടെ ശ്രദ്ധ ഒരു പക്ഷേ ഒരു പൂരത്തെ മുഴുവൻ തന്നിലേക്ക് എത്തിക്കാൻ അത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ്റെ ഒരു പ്രത്യേക പവർ തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ചെമ്പൂക്കാവിലേക്ക് എത്തിച്ചേരും. തവണ ചെമ്പൂക്കാവിന്റെ ഭാഗമാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും ആ ഒരു കാഴ്ച നമ്മൾ സാക്ഷ്യം വഹിക്കാൻ അല്പസമയത്തിനകം തന്നെ ആ ദേശത്തേക്ക് നമ്മൾ പോകും. ഇതാ വലിയാലുക്കൽ കുട്ടിശങ്കറിന്റെ പുറത്ത് കയറിക്കൊണ്ട് ഇവിടേക്ക് ഇതാ കടന്നു വരുന്നു കണിമംഗലം ശാസ്താവ്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ ഇന്നലെ തന്നെ പലരും ദൂരങ്ങളിൽ നിന്ന് പോലും പലരും എത്തി ഇവിടേക്ക് ഇടം പിടിക്കുന്ന ഒരവസ്ഥ. അതായത് എല്ലാവരും ഒരു വട്ടത്തിലേക്ക് ചുരുങ്ങുന്ന, അതാണ് സ്വരാജ് റൗണ്ട്, ആ വട്ടത്തിലേക്ക് ചുരുങ്ങുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരുപക്ഷെ കുടമാറ്റം സമയമൊക്കെ ആകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ജനസാഗരത്തിന് പൂരത്തിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കും. അത്രമാത്രം ആവേശത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി ആദ്യ പൂരത്തിന്റെ ആ ഒരു വരവേൽപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും പറവച്ചും നിലവിളക്ക് കൊളുത്തിയും എല്ലാം തന്നെ ഈ ശാസ്താവിനെ യാത്രയാക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അത്രമേൽ വർണ്ണാഭമായ കാഴ്ച, ഭക്തിനിർഭരമായ കാഴ്ച. ആ കാഴ്ചയുടെ അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് കുളശ്ശേരി ക്ഷേത്രം ലക്ഷ്യമാക്കി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മി സുവിധ.